നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്. അപ്പൊ ശരിക്കും എന്താ നമ്മുടെ അനീഷിനെ പറ്റിയത്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആള് നല്ല കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമായിരുന്നു. പുതിയ സ്ട്രാറ്റജീസ്, ഗെയിം പ്ലാൻസ് പ്രയോഗിക്കാത്തതായിട്ടൊന്നും തന്നെ ബിഗ് ബോസ് ഹൗസിൽ അനീഷിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ദിവസത്തേക്ക് വരുമ്പോൾ അനീഷിന്റെ എനർജി ഭയങ്കര ലോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആള് കുറച്ചൊന്ന് ടയേർഡായി, ഒന്ന് ഡെസ്പായി ഇരുന്ന മട്ടാണുള്ളത്. എന്താണ് പറ്റിയ? ആൾക്കിനി ഹെൽത്ത് വയ്യേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനി ആളുടെ എന്തെങ്കിലും കൈൻഡ് ഒരു ഗെയിം സ്ട്രാറ്റജി ആണോ ഇത്? കുറച്ചൊരു സിമ്പത്തറ്റിക് മൂവ് ആണോ ഇനി ആൾക്കാരുടെ അടുത്തേക്ക്? നമുക്കറിയില്ല. പക്ഷെ ആള് കുറച്ചൊന്ന് ഇരുന്ന മട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് ഞാൻ കണ്ടത്. പിന്നെ ആര്യനും അനുമോളും അപ്പാനി ഷെർത്തുമാണ് നമ്മുടെ കിച്ചൺ ടീം. പുതിയ കിച്ചൺ ടീമായി വന്നിരിക്കുന്നത് ആര്യനും അനുമോളും അപ്പാനി ഷെർത്തുമാണ്. അപ്പൊ ഇവർ അത്യാവശ്യം നന്നായി തന്നെ കിച്ചൺ ടീം പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ കിച്ചൺ ടീമിൽ ഉണ്ടായ പോരായ്മകളെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ വരുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നതെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇന്നത്തെ അവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വീക്കിൽ നല്ല രീതിയിൽ തന്നെ അവരൊരു സ്ട്രാറ്റജി പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ കിച്ചൺ ടീമിനെ നല്ല രീതിയിൽ പ്രൈസ് ചെയ്യുകയാണ് മോഹൻലാൽ സാർ ഉണ്ടായതെന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തെ അതുപോലെ തന്നെ അവർക്ക് എവിടെയൊക്കെയാണോ തെറ്റ് പറ്റിയത് അതൊക്കെ തിരുത്തി മുന്നോട്ട് പോയിട്ടായിരിക്കാം ഈ ആഴ്ചത്തെ കിച്ചൺ ടീം ചിലപ്പോൾ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ കണ്ടു നോക്കാം. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടീമിന് ഒരു പ്രത്യേകത ഉണ്ട്. കിച്ചൺ ടീമിന് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അവിടെ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും കഴിക്കാൻ വേണം. ആ സമയത്ത് ബിഗ് ബോസ് ഹൗസിലുള്ള ആ ഒരു കിച്ചൺ ടീമിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ വേണ്ടത് അത് അവർ കൊടുക്കും. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് അനുമോള് കിച്ചൺ ടീമിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ജിസൈലിന് ഒരു പണി തോന്നി. ജിസൈൽ കിച്ചണിൽ കയറി എന്തെങ്കിലും കുക്ക് ചെയ്യാന്ന്. അപ്പൊ അനുമോള് കുളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ജിസൈൽ അവിടെ നിൽക്കുന്നതാ കണ്ടത്. അപ്പൊ പെട്ടെന്ന് അവിടെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി. ആരെ കിച്ചണിൽ കയറാൻ പറഞ്ഞു, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ആകെ അങ്ങ് ദേഷ്യപ്പെടുന്ന രീതിയിലും ഒന്ന് ഷൗട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ നമ്മൾ കണ്ടു. ഭയങ്കര വലിയ ആർഗ്യുമെന്റിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പോലും അത് ചെറിയൊരു കശപിശ ആയതും നമ്മൾ കണ്ടതായിരുന്നു. അനുമോളുടെ കയ്യിൽ നിന്ന് ആകെ പോയിട്ടുണ്ടായിരുന്നു. കിച്ചൺ ടീം അല്ലാത്ത വേറൊരാള് കിച്ചണിൽ കയറരുത്, റൂള് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിലെ ഒരു നമ്പർ 1 റൂൾ ആയിട്ടാണ് ഇത്രയും ദിവസങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അനുമോളും ആര്യനും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ലവ് ട്രാക്ക് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ ഒരു ചെറിയൊരു അട്രാക്ഷൻ അവർ തമ്മിൽ ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഇതും അവരുടെ ഗെയിം സ്ട്രാറ്റജി ആണോ, അതോ രണ്ടുപേരും ഒരു ഐസൊലേറ്റഡ് ഹൗസിൽ വന്നതിന്റെ അതൊരു ചെറിയൊരു ഇൻഫാക്ച്വേഷൻ ആണോ, ഒരു അട്രാക്ഷൻ ആണോ എന്നറിയില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് അതും കാണാം. എന്തായാലും അത് ഞാൻ ഒരുപാട് പേര്, ഇപ്പൊ ഞാൻ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പോലും അതെനിക്ക് ഒരുപാട് അടുത്തുനിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, എന്തൊക്കെയോ ഒരു എന്താ പറയാ, എന്തൊക്കെയോ അണ്ടർഗ്രൗണ്ടിലൂടെ നടക്കുന്നില്ലേ എന്നൊരു ചോദ്യം നമുക്ക് പലയിടത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ നമുക്ക് നോക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുക എന്നുള്ളത്. സോ ഫോർ ന്യൂ അപ്ഡേറ്റ്സ്, വീഡിയോസ് ആൻഡ് എനിത്തിങ് റിലേറ്റഡ് ടു ബിഗ് ബോസ്, കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്.